ഹായ്, ഗുഡ് മോർണിംഗ്. തലവേദനയോടൊപ്പം ഛർദിയുണ്ടോ? അമിതമായിട്ടുള്ള മോശം അവസ്ഥയിലൂടെ അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു തലവേദന വരുമ്പോൾ ഒപ്പം ഛർദിയോ വയറക്കളോ പോലുള്ള ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ടോ? ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലേ? പ്രത്യേകിച്ചും മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാവാറുള്ളത്. മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദനയല്ല. അതിൻ്റെ കാലത്ത് ആ ഒരു തലവേദന ഉള്ള സമയത്ത് നമ്മുടെ തലച്ചോറിലേക്കുള്ള കറക്റ്റായിട്ടുള്ള എനർജി ഫ്ലോ ഇല്ലാത്തത് ആ ഒരു എനർജി ഫ്ലോ സംഭവിക്കാത്തത് കൊണ്ടാണ്. അതേപോലെ അതിന് ചിലർക്ക് ആ ഒരു സമയത്ത് ആ ഒരു തലവേദനയുള്ള സമയത്ത് ഛർദ്ദിക്കാനുള്ളൊരു തോന്നലുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഛർദി കഴിഞ്ഞ ശേഷമായിരിക്കും അതിനൊരു റിലീഫ് കിട്ടുക. പിന്നെ അതേപോലെ നല്ല ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴും, അതേപോലെ ഭയങ്കരമായിട്ട് ശബ്ദം ഒച്ചത്തിലുള്ള കുട്ടികളൊക്കെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ചില ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാം. അതേപോലെ അതീവ ക്ഷീണം വന്നേക്കാം. ഇവയ്ക്കെല്ലാം കാരണമാകുന്ന ഒരു പ്രധാന ഘടകം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കുള്ള ഒരു എനർജി, അതേപോലെ ചി ഇൻബാലൻസ് കൊണ്ടാവാം. അതേപോലെ മിതമായിട്ടുള്ള ഉറക്കം, രാത്രി കറക്റ്റായിട്ടുള്ള അവർക്ക് ഒരു പ്രോപ്പർ ഉറക്കം കിട്ടാത്തത് കൊണ്ടാവാം. പിന്നെ അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഈ ഒരു ബുദ്ധിമുട്ട് വരാം. പിന്നെ മാനസികമായിട്ടുള്ള നമ്മളുടെ വീട്ടിലുള്ള പല ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മനസ്സിനൊരു സമ്മർദ്ദം ഉള്ള ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണപ്പെടാവുന്നതാണ്. ഇത് ഔഷധമില്ലാതെ നമുക്ക് ചികിത്സിക്കാവുന്ന ഒരു മെത്തേഡാണ് അക്യുപങ്ക്ചർ, കപ്പിംഗ് തെറാപ്പി. അതേപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളൊക്കെ വഴി നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടിനെ പരിഹരിക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ഞങ്ങളുടെ അക്യുപങ്ക്ചർ ക്ലിനിക്കിലേക്ക്, ഹിറ അക്യുപങ്ക്ചർ സെൻറ്റർ എന്ന ക്ലിനിക്കിലേക്ക് വന്നിട്ട് ഈ ഒരു ബുദ്ധിമുട്ടിനെ പരിഹരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ കൈകൊണ്ട് തന്നെ എങ്ങനെ ചികിത്സിക്കാം എന്ന രീതി, ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു, ബൈ. ഞാൻ അക്യുപങ്ക്ചറിസ്റ്റ് സഫ്ര.